ഹലോ, ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണല്ലേ. ആ ഒരു സമയമാട്ടോ ഇവിടെ ഇനി വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആവണേ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് വളരെ കൈൻഡായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വോയിസ് അയച്ചിടരുത് കേട്ടോ. വാട്സപ്പിൽ വോയിസ് അയച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല, വാട്സപ്പ് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ മാക്സിമം ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വോയിസ് അയച്ചാലും ഞാനത് കേട്ടെന്ന് വരില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആരുടെയും ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ സെയിൽ വീഡിയോയുടെ ഒന്നും ഓർഡർ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കിലാണ്. അപ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ ആയിട്ടായിരിക്കും, നമ്മൾ ഫ്രീ ആവുന്ന ടൈമിലായിരിക്കും മെസ്സേജ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ആൾക്കാർ അത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കോമൺ ആയിട്ട് പ്ലാൻസ് എപ്പോഴും അയക്കുന്നതെന്നാണ്. നമുക്ക് തിങ്കൾ ചൊവ്വ ബുധനൊന്നും കൊറിയർ ഉണ്ടായിരുന്നില്ല. ഇനി നാളെ നമുക്കൊരു കൊറിയർ ഉണ്ട്. അതിൽ കുറച്ച് പേർക്ക്, നമുക്ക് അയക്കാത്തവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ദിവസമൊന്നും അയക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം ഒക്കെ പാക്ക് ചെയ്യുന്നതിൽ പരിധിയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് പാക്കിംഗ് ഉണ്ട്. അതിൽ കുറച്ചധികം ആളുകൾക്ക് പ്ലാൻസ് എത്തട്ടോ. സ്റ്റോക്ക് ക്ലിയറൻസ് ആണെങ്കിലും ഇപ്പോൾ 20 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ പ്ലാൻസ് നാളത്തെ കൊറിയറിൽ കുറച്ച് പേർക്ക് വരും. അത് കഴിഞ്ഞ് നമുക്ക് തിങ്കളാഴ്ച കൊറിയർ ഉള്ളൂ. വെള്ളി ശനിയൊന്നും നമുക്ക് കൊറിയർ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇത് സെയിൽ വീഡിയോ മാത്രമല്ല, ക്രിസ്മസിന് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ ഒത്തിരി വൈകി പോയി, വേറൊന്നുമല്ല, നമുക്ക് ലോഡ് വന്നെങ്കിലും ഇവരൊന്ന് വിരിഞ്ഞ് കിട്ടണ്ടേ. ഞാൻ കൂടുതലും മൊട്ടുകളെ കളക്ട് ചെയ്തത്, വേറൊന്നുമല്ല. നമുക്ക് മൊട്ടുകളാണെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് കിട്ടും. പക്ഷേ ഞാൻ എത്ര വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹവായി യെല്ലോൻ്റെ വലിയ പ്ലാന്റൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഹവായി യെല്ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടെങ്കിലും എല്ലാവരും വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മനോഹരമായിട്ടുള്ള ആ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. നിറയെ മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതും വലിയ ഫ്ലവറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ കുറച്ച് പാടാണ് വിരിയാൻ. വലിയ ബഡാണ്, വിരിഞ്ഞ് വരാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്ന വിരിഞ്ഞ് നിന്ന ഒരാളെയാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഹവായി യെല്ലോയുടെ മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഞാൻ മദർ പ്ലാന്റ് അല്ലാത്ത ചെടികളുടെ സെയിൽ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്യുക കേട്ടോ. ഇത് മദർ പ്ലാന്റിന്റെ സെയിൽ വീഡിയോ, പ്രീ ഓർഡർ ബുക്കിങ്ങിൻ്റെ ഒക്കെ പ്ലാൻസ് ആണ്. ഒത്തിരി വെറൈറ്റി റോസുകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്കൊരു ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് വൈകിപ്പോയെങ്കിലും നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ അത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ 25-ാം തീയതിയാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്, ക്രിസ്മസിന് അന്ന്. ഞാനിപ്പോൾ ആ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് അപ്ലോഡ് ആയി വരുന്ന ഏതൊരു സമയത്താണ്, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ആ ടൈമിനുള്ളിൽ തന്നെ അപ്ലോഡ് ആവുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ട് നമുക്ക് 27-ാം തീയതി വരെ ടൈം കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗാർഡനിൽ നിന്ന് 2-3 ദിവസങ്ങളായിട്ട് പുതിയ സെയിൽ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് 1000 രൂപ, അതായത് കൊറിയർ അടക്കമാണെങ്കിലും അല്ലാതെ, അതായത് പ്ലാന്റ് എമൗണ്ട് മാത്രമല്ല, CC ഉൾപ്പെടെ 1000-ഓ 1000-ൽ കൂടുതലോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു മദർ പ്ലാന്റ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മദർ പ്ലാന്റ് സമ്മാനമായിട്ട് തരും. എല്ലാം വെറൈറ്റി റോസുകളാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ വെറൈറ്റി റോസുകളാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല സുന്ദരി റോസുകളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ, 1000 രൂപയ്ക്കോ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു മദർ പ്ലാന്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം മത്സരമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ മത്സര വീഡിയോയുടെ റിസൾട്ടിലുള്ളവർക്കൊക്കെ 2-3 പേർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പേർക്കുണ്ട്. നാളെ ആ ഗിഫ്റ്റ് നമുക്ക് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സെയിൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്ന ഹവായി യെല്ലോയുടെ മദർ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ്സ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വലിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഹവായി യെല്ലോയുടെ വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീ ഓർഡർ ബുക്കിംഗ് ഉള്ള അടിപൊളി റോസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ യെല്ലോ പ്ലാന്റ്സ് പോയിട്ടുള്ളത് ഈ ഹവായി യെല്ലോയുടെ ആണ്. അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി റോസ് ഈ അടുത്ത് തന്നെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞൊരു റോസ്, ഗോൾഡൻ ബണ്ണി എന്ന് പറഞ്ഞൊരു റോസ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ യെല്ലോ എന്നുള്ളത് ഞാൻ ഇട്ട പേരാട്ട റോസ്. എനിക്ക് അതിൻ്റെ ഐഡിയ അറിയില്ല, പക്ഷേ ഞാൻ ഗോൾഡൻ യെല്ലോ എന്നുള്ള ഐഡിയയിലാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റ് ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വലിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് മെമ്മോറിയൽ റോസ് ആണ്. ഓറഞ്ച് മെമ്മോറിയൽ റോസിൻ്റെ അടിപൊളി ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒറ്റൊരു പ്ലാന്റേ ഉള്ളൂ, വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് കയ്യിലുള്ളത്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഞാനിപ്പോൾ ഓറഞ്ച് റോസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റോസുകൾ കാണിക്കാറുണ്ട്. അതിലെല്ലാ റോസുകളും വ്യത്യാസമുണ്ട് കേട്ടോ. കളറാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഓറഞ്ച് കളറാണെങ്കിൽ തന്നെ
പല പല ഓറഞ്ച് നിറം. ഞാനതൊക്കെ റോസ് പ്ലാന്റ്സ് വന്നിട്ടാണ് ഇങ്ങനെ പല പല കളേഴ്സൊക്കെ കാണും. ഇപ്പൊ യെല്ലോ ആണെങ്കിൽ തന്നെ പല യെല്ലോ കളറുകൾ, അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. റെഡ് ആണെങ്കിൽ തന്നെ മെറൂൺ കളർന്ന റെഡ് നിറം, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ ഈ റോസ് പ്ലാന്റ്സിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ചിലതൊന്നും എനിക്ക് അറിയൂല പറഞ്ഞു തരാനായിട്ട് കളറ്. അപ്പോൾ ഇത് ഓറഞ്ച് നിറം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമായിട്ടാണ് തോന്നുന്നത്. നല്ല അടിപൊളി റോസ് ആണ് കേട്ടോ. അതിന്റെ ലീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പെറ്റൽസ് അറേഞ്ച്മെന്റ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള റോസാണ്. ഹൈറ്റ് വെച്ച് പോകുന്ന റോസാണ്. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, സ്ഥലമില്ലാത്തവർക്ക് ഈ റോസൊക്കെ വളർത്താൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? നമ്മുടെ ഇഷ്ടമാണ് റോസ് എങ്ങനെ വളർത്തി വലുതാക്കണം എന്നുള്ളത്. റോസ് തന്നെയല്ല, ഏത് പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടമാണ്. കാരണം ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ ഏതൊരു പ്ലാന്റിന്റെ ഹൈറ്റ് കുറയുവാണ്. ഇനി നിങ്ങൾക്ക് അധികം ബ്രാഞ്ചസ് ഒന്നും വേണ്ട, നന്നായിട്ട് പടർത്തി വിടാനാണ് താല്പര്യമെങ്കിൽ വലിയ രീതിയിൽ ഹാർഡ് പ്രൂണിംഗ് ചെയ്യാണ്ട് ക്ലൈംബിംഗ് റോസ് ആയിട്ട് തന്നെ വളർത്താം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിയേച്ചറായിട്ടോ കട്ട് ചെയ്തിട്ട് എങ്ങനെ ഷ്രബ് റോസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത് നമ്മുടെ ടെക്കിലിയ സൺറൈസ് റോസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെക്കിലിയയെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കളർ ചേഞ്ച് വരുന്നൊരു റോസ് ആണ് കേട്ടോ. കളർ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു റോസ് ആണെങ്കിലും അവർ വിരിഞ്ഞു കഴിയുമ്പോൾ ഉള്ള കളറല്ല, ഓരോ സ്റ്റേജിലും അവരുടെ നിറം മാറുന്നുണ്ട്. കൊഴിയാറാവുമ്പോൾ ചിലപ്പോൾ ചില റോസുകളൊക്കെ വൈറ്റ് കളറിലോട്ട് വരെ മാറാറുണ്ട്. ടെക്കിലിയ സൺറൈസ് റോസും അങ്ങനെയാണ്. അവർ ഇപ്പോൾ ഈ മെറൂൺ ഷെയ്ഡ് അല്ലാതെ അതിൽ തന്നെ യെല്ലോ കളറിൽ വിരിയാറുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെല്ലോ കളറിൽ വിരിയാറുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇപ്പൊ ആ ഒരു മെറൂൺ ഷെയ്ഡ് അധികം ഇതിൽ കയറിയിട്ടില്ല. എന്നാൽ ഞാൻ നേരത്തെ കാണിച്ചാൽ നല്ല രീതിയിൽ യെല്ലോ മെറൂണും യെല്ലോയൊക്കെ നല്ല രീതിയിൽ ഉണ്ട്. അപ്പൊ ഇതുപോലെ മാറി മാറിയൊക്കെ പൂക്കൾ വിരിയുന്ന ഒരു അടിപൊളി റോസാണ് ടെക്കിലിയ സൺറൈസ് റോസ്. ഇത് ഒട്ടുമിക്ക റോസുകളും ഇപ്പൊ പീസ ലവ് അതുപോലെ വേറൊരു പ്ലാന്റ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാ റോസുകളും അങ്ങനെയാണ്. അവരുടേതായ രീതിയിൽ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടെക്കിലിയ റോസ് വാങ്ങി നടുന്നവർക്ക് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പ്ലാന്റ് അയച്ചു തരുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവും, ഈ റോസ് തന്നെയാണോ എന്ന്. നമുക്ക് ഗാർഡനിൽ ഇരിക്കുമ്പോൾ പൂവ് വിരിയുന്ന സമയത്തുള്ളൊരു കളറാണിത്. അതിൽ ചില പൂക്കൾക്ക് വിരിയുമ്പോൾ ഈ കളർ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതൊരു യെല്ലോ ആയിട്ടായിരിക്കും വിരിയുന്നത്. അവരുടെ ആ പ്ലാന്റിൽ തന്നെ പല കളറിൽ ഒത്തിരി പൂക്കൾ വിരിയാനുള്ള ഒരു കഴിവ് ഈ റോസിനുണ്ട്. കാരണം അതൊരു കളർ ചേഞ്ച് ചെയ്യുന്നൊരു റോസാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു റോസിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കാണണം കേട്ടോ. അപ്പം അതിൽ കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ്. ഇത് ചോദിച്ച് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ പ്രീ ഓർഡർ ബുക്കിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ്. ഈ പ്രീ ഓർഡർ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്ലാൻസ് പ്രീ ബുക്കിംഗ് ചെയ്തവർക്കാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്ലാൻസ് ആണ് സെയിൽ വീഡിയോയിലോട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ടെക്കിലിയയുടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാൻസ് ഉണ്ട്, അതാണ് ഞാൻ സെയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെയുള്ള പൂവൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള ഈ പ്രാവശ്യം വന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സുന്ദരിയായിട്ടുള്ള ഹൈബ്രിഡ് ഡിലൈറ്റ് ആണ്. ഡബിൾ ഡിലൈറ്റ് റോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ ഒരു പ്രത്യേകത തനി നാടൻ റോസാണ്. ഈ തനി നാടൻ റോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓൺ റൂട്ട് ആണോ എന്ന് ചോദിക്കും. ഞാൻ ഓൺ റൂട്ട് റോസ് ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അത് ഓൺ റൂട്ട് എന്ന് എടുത്ത് പറയൂ കേട്ടോ. നമ്മുടെ ഗാർഡനിൽ നാടൻ ബഡ്ഡിംഗ് ആണ് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നത്. നാടൻ ബഡ്ഡിംഗ് റോസുകളിലാണ് വെറൈറ്റി വരുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏതൊരു റോസ് ഇട്ടാലും അത് ഓൺ റൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഒത്തിരി മെസ്സേജ് വരുന്നത്. അങ്ങനെ ഓൺ റൂട്ട് കിട്ടാറില്ല. ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ നാടൻ ബഡ്ഡിങ്ങിൽ തന്നെ കിട്ടുകയുള്ളൂ. പക്ഷെ നിങ്ങൾ പ്ലാന്റ് നോക്കുക, നാടൻ ബഡ്ഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ തനി നാടൻ രീതിയിൽ തന്നെയുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ആ പ്ലാന്റിന്റെ ഇലകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നല്ല മണമുള്ള ഫ്രാഗ്രൻസ് ഉള്ള സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ ഈ ഹൈബ്രിഡ് ഡിലൈറ്റ് അല്ലെങ്കിൽ ഡബിൾ ഡിലൈറ്റ് റോസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല കളേഴ്സ് വരുന്നതുണ്ട്. ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള റോസാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം മന്ത്ലി പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് പ്രീ ഓർഡറും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഓർഡർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയാം, വലിയ പ്ലാന്റ്സ് സ്റ്റോക്ക് കുറവാണ് നമ്മുടെ ഗാർഡനിൽ വരുന്നതെങ്കിലും ഉള്ള പോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തരുന്നതും ആയിരിക്കും. പിന്നെ മറക്കരുത്, 1000 രൂപയോ അതിൽ കൂടുതലോ മുകളിലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് 27-ാം തീയതി വരെ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഒരു മദർ പ്ലാന്റ് സൗജന്യമായിട്ട് കിട്ടും. ഇപ്പോൾ വേറെ റോസൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഞാൻ ഈ റോസൊക്കെ ആയിരിക്കും സമ്മാനം കൊടുക്കുന്നത്, അത് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഇഷ്ടം പോലെയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിലുള്ള പ്ലാൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഗിഫ്റ്റ് ആയിട്ടും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വയ്ക്കുമ്പോൾ കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിക്കും ഏത് പ്ലാന്റാണ് തരുന്നത്, ഇന്ന റോസ് തരാമോ. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. അങ്ങനെ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞത് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ സന്തോഷത്തിൽ കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങൾ
പറഞ്ഞു വാങ്ങുമ്പോൾ അതിലൊരു ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഞാൻ തരുന്ന ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ, ഗിഫ്റ്റ് സ്വന്തമാക്കിക്കോളൂ. അപ്പോൾ ഈ റോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഒരുപാട് കൊതിയുള്ള റോസാണ്. പലപ്പോഴും ഒരു പ്ലാന്റൊക്കെ ആയിട്ടാണ് ഗാർഡനിൽ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ വാങ്ങിയിട്ടുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം. ഒരു പ്ലാന്റൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ വരാറ്. അത് കിട്ടാൻ ഇടിയാണ്. ഒരുപാട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നിങ്ങൾക്ക് തരാൻ പറ്റും എന്നല്ല പറയുന്നത്, മദർ പ്ലാന്റ്സ് ആണ്. അധികം ഇതിൽ ക്വാണ്ടിറ്റിയിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇപ്പോൾ നല്ല വെറൈറ്റീസ് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രീ ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഈ റോസ് ഒന്നും നട്ടിട്ടില്ല, കാരണം അങ്ങനെ നടാനുള്ള അത്രയും പോലും ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് വരുന്നില്ല. ഒരെണ്ണം എടുത്ത് മാറ്റി നടാം എന്ന് വിചാരിച്ചാൽ പോലും അങ്ങനെ വരുന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി ഡബിൾ ഡിലീറ്റ് റോസ് ആണ്. ആവശ്യമുള്ളൊരു വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള ക്ലൈംബിംഗ് റോസിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള തനി നാടൻ ബഡ്ഡിങ്ങിലുള്ള ഞാൻ പേരിട്ടിട്ടുള്ള ഗോൾഡൻ യെല്ലോ റോസ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഈ മാമ്പഴമൊക്കെ നല്ല പഴുത്ത് തുടുത്ത മാമ്പഴമൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു തിളക്കം ഇല്ലേ, അതാണ് ഈ ഒരു റോസ് വിരിയുമ്പോൾ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് പ്രീ ഓർഡർ തന്നിട്ടുണ്ട് ഈ പ്ലാന്റ്. അത് പല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് പ്രീ ഓർഡർ തന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. അടിപൊളി റോസ് ആണ് കേട്ടോ. കാരണം ഈ ഒരു 2 ലോഡിലാണ് എനിക്ക് ഈ പ്ലാന്റ്സ് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. വലിയ പ്ലാന്റ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി ഇത് കണ്ടിട്ട് എന്നോട് ചെറിയ പ്ലാന്റ് ചോദിച്ചു വരുന്നവരോട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ്, അതായത് ചെറുതെന്ന് പറയുമ്പോൾ 180യുടെ സ്റ്റാർട്ടിംഗ് റേറ്റിലുള്ള പ്ലാന്റ് തൊട്ട് നമുക്ക് സെയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് നമ്മൾ സെയിൽ വീഡിയോ ഇട്ടതായിരുന്നു. ഇത് ചിലപ്പോൾ നിങ്ങൾ മിസ്സായി പോയതായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ പ്ലാന്റ്സും സെയിൽ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ്. ഞാൻ ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മുട്ടുകളൊന്നും തന്നെ വിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് പൂക്കൾ എല്ലാമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു വരുന്നത്. വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നിറച്ച് മൊട്ടാണ്. അതൊന്ന് വിരിഞ്ഞു കഴിഞ്ഞ് ഉറപ്പായിട്ടും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതാണ് കേട്ടോ. അത്രയും സുന്ദരി റോസാണ്. ക്രിസ്മസ് ആയിട്ട് വീട് നിറച്ച് പൂക്കളാണ്. ഇങ്ങനെ സ്റ്റാർ അതുപോലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനും മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നും വേണ്ട. രാത്രിയാണെങ്കിൽ പോലും നല്ല ഭംഗിയിൽ റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു അടിപൊളി വെറൈറ്റി റോസ് ആണ്. ഇതിൻ്റെ അധികം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ്. ലിയോനാർഡോ എന്നാട്ടോ ഈ റോസിൻ്റെ പേര്. ഞാൻ കറക്റ്റായിട്ട് ഇതും ഒരു ഷോർട്സ് വീഡിയോ ചെയ്യാം. ഐഡിയ ഒക്കെ അതിൽ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി റോസാണ്. എനിക്കിത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ പൂവൊന്ന് നന്നായിട്ട് വിരിയാനായിട്ട് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് നമുക്ക് വന്ന സമയത്ത് പൂവൊക്കെ ഒന്ന് ചളങ്ങി, അതായത് ലോഡിൽ തിങ്ങിയാണ് ഇവരൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വെയിലൊക്കെ കൊള്ളിച്ച് കഴിയുമ്പോഴാണ് ഇവരൊന്ന് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റ്, അതായത് വേറൊരു നമ്മുടെ സ്ഥലത്തോട്ട് കൊണ്ടുവന്നേക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇവർ ആദ്യം കാണിക്കും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ വെയിലത്തൊക്കെ നിർത്തി കഴിയുമ്പോൾ കണ്ടതാ ഇതുപോലെ ഉഷാറായിട്ട് ഇങ്ങനെ വരും. അപ്പം ഇതിൻ്റെ മൊട്ടാണ് കേട്ടോ. അതൊന്നും ഇങ്ങനെ വിടർന്ന് വരുന്നേയുള്ള. എനിക്ക് എപ്പോഴും റോസ് പ്ലാന്റ്സിൽ അങ്ങനെ വിടർന്ന് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ഒരു ഇതാണ് കൂടുതലും വീഡിയോ എടുക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇത് കണ്ടോ, പെറ്റൽസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പെറ്റൽസ്. പക്ഷേ ഫ്ലവർ വലിപ്പമുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ ഒരു നിൽപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾ കണ്ടോ. നമുക്കിങ്ങനെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചുരുക്ക് പോലെയൊക്കെ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടൈം കിട്ടുന്നതാണ് ഈ ഒരു പ്ലാന്റ്. അതിൻ്റെതായ ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അതുപോലെ നമുക്ക് പല ഇതും ഇങ്ങനെ ഒരു ഉണ്ട പോലെയാണ് ഫ്ലവർ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ ഇതിൻ്റെ ഒന്ന് പരന്നിട്ടായിട്ടാണ് ഫ്ലവർ വന്നിട്ടുള്ളത്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് ഒക്കെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിൽക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ. പക്ഷേ ഡേവിഡ് ഓസ്റ്റിൻ റോസിൻ്റെ അത്രയും ആ ഒരു വലിയ വലിപ്പം ഇതിനില്ല. എന്നാൽ ഒരു ലാർജ് ഫ്ലവർ തന്നെയാണ് ഇതിലും ഉള്ളത്. അടിപൊളി റോസാണ്. നമുക്ക് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ.
അത്രയും സ്പെഷ്യലായിട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ലിയനാർഡോ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇതിൻ്റെ ID കറക്റ്റായിട്ട് കൊടുത്തേക്കാം. അട്ടിപ്പൊളി മദർ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി എപ്പോഴെങ്കിലായിട്ട് എനിക്ക് കിട്ടും കേട്ടോ. അതാണ് എൻ്റെ ഒരു പക്ഷെ ഇതൊന്നും നടാനുള്ളൊരു എനിക്കൊരു സമയമോ കാര്യങ്ങളോ എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില പ്ലാന്റ്സ് ഒക്കെ കിട്ടിയാലും വിട്ടു കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും മറ്റുള്ളവർ കൊണ്ടുപോയി വളർത്തി പൂവിടുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്. ഇനി അടുത്തത് ഇതൊരു വലിയ ക്ലൈംബ് ചെയ്ത്, അതായത് ഇങ്ങനെ പൊക്കം വെച്ചിട്ട് പോകുന്ന വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറും ബിഗ് ഫ്ലവറാണ്. ഇതിൻ്റെ ID എനിക്ക് അറിയില്ല. നല്ല സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് കേട്ടോ, പറയാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു നാടൻ ഫ്ലവർ പോലെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ അറ്റ പെറ്റൽസൊക്കെ കൂർത്തിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള റോസ്. നേരിട്ട് കാണണോട്ടോ ഇതിൻ്റെ ഭംഗി. എന്നാലാണ് ഇതിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. 2 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വലിയ പ്ലാന്റ്. അപ്പോൾ മറക്കണ്ട, വലിയ പ്ലാന്റ് ആണെങ്കിലും എന്ത് പ്ലാന്റും ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ വലുത് തന്നെ വേണമെന്നില്ല. നിങ്ങൾ കാറ്റലോഗ് ഞാൻ കൊടുത്തേക്കാം. റോസ് പ്ലാന്റ്സ് തന്നെ വാങ്ങണമെന്നില്ല. ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നിങ്ങൾ 1000-നോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു മദർ പ്ലാന്റും കൂടി ഗിഫ്റ്റായിട്ട് നമ്മൾ വയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ഓഫറായിട്ടാണ്. അപ്പോൾ നോക്കുക, സുന്ദരികളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം. ഇനി അടുത്തത് സിൽവർ ലൈൻ റോസിൻ്റെ വലിയ പ്ലാന്റ്. ഈ ഒരു റോസൊക്കെ നമ്മൾക്ക് എന്തായാലും സ്റ്റെമ്മ് കൊടുത്തിട്ട് പടർത്തി വിടാൻ പറ്റും. നിങ്ങൾക്കൊരു അത്രയും ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ക്ലൈംബിംഗ് റോസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിവിടെ ഗാർഡനിൽ ഇത് നട്ടിട്ട് ക്ലൈംബിംഗ് റോസ് ആയിട്ട്, പിന്നെ അതുപോലെ സ്റ്റിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് നിൽക്കത്തില്ല. അങ്ങനെയുള്ളൊരു പ്ലാന്റ്, വലിയ പ്ലാന്റ് ആണെങ്കിലും സ്റ്റിക്ക് കൊടുക്കാതെ ഇത് നിൽക്കുന്നില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒത്തിരി ഭംഗിയുള്ളതാണ് കേട്ടോ. അതുപോലെ ഫ്ലവർ വലിപ്പമുള്ള റോസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള സെയിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. മെസ്സേജ് അയച്ചാലും വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ടാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ. നൈറ്റ് ടൈമിലാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ റിപ്ലൈ തരാം. അപ്പോൾ ഇത് നല്ല വലിയ പ്ലാന്റ് ആണ്. നിങ്ങൾ നോക്കുക കേട്ടോ. നല്ല ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ തളിരിലും ഒത്തിരി മൊട്ടുകളുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്ര ഹെൽത്തി ആയിട്ട് ഓരോ തളിരിലും ഓരോ മുട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ച് വിരിയുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. പക്ഷെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണോണ്ടാണ് എനിക്ക് സെയിൽ വീഡിയോ ഇടാനായിട്ട് ടൈം. അതായത് ഞാനിങ്ങനെ ഓരോ പ്ലാന്റ്സിൽ പൂക്കൾ വിരിയാനായിട്ട് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ലോഡ് വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇവരങ്ങനെ ഒരുമിച്ച് വിരിഞ്ഞ് കിട്ടുന്നുമില്ല. അപ്പം അതൊരു വിഷമമാണ്. എൻ്റെ കയ്യിൽ ഇത് വിരിയണതിന് മുന്നേ ഇത് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പം എന്തായാലും നമുക്ക് പാക്കിങ് വരുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പെൻഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാണ്. അപ്പം അതിന് മുന്നേ ഇവർ വിരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാം. ഇനി അടുത്തത് കൽക്കട്ട 300 എന്ന് പറയുന്ന ഒരു വെറൈറ്റി റോസാണ്. ഈ ഒരു റോസിനെ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പേര് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വലിയ പ്ലാന്റ്, ഗാർഡനിൽ വന്നിട്ടുള്ള ഒരു വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സൈസൊക്കെയാണ് നമ്മൾ ഇത്ര നാൾ പ്രീ ഓർഡറിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് പ്ലാന്റ് കിട്ടുന്നത്. ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റോസിന് ഒരു മറ്റു ഇതുപോലെയുള്ള റോസുകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സെന്റിമെന്റൽ റോസിന് നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. അതല്ലാതെ ഇതിനും ഒരു ഫ്രാഗ്രൻസ്, നല്ലൊരു ഫ്രാഗ്രൻസ് ഇതിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളി റോസാണ് ഇത്. കണ്ടോ പൂവ്. നമുക്ക് ഇത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വാടിക്കിടക്കുവാണ്. ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് ഉഷാറൊക്കെ ആയിട്ട് ഇവർ വിരിയും. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പുറകെ തന്നെ ഞാനുണ്ട്. ഓരോ സമയവും ഇവരെങ്ങനെയാണോ വിരിയുന്നത് അതൊക്കെ അനുസരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണ്. ഇപ്പോൾ ഞാൻ അതിനെ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടിലാട്ടോ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇതാ ഫ്ലവറൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഞാൻ വീഡിയോ എടുത്തു. ഈ ഒരു ഫ്ലവർ വിരിഞ്ഞ് കൊഴിയാറായിട്ടോ. ഇതിപ്പോൾ തന്നെ ഞാൻ പേടിച്ചാണ് ഇതിനെ തൊടുന്നത് തന്നെ. പക്ഷെ ഇത്രയും മെച്ചുവറായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ ലൈൻസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല സുന്ദരിയാവുന്ന കേട്ടോ റോസ്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലൊരു ഫ്ലവർ കൊണ്ടോ പുതിയതായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഗാർഡനിൽ വന്നു കഴിഞ്ഞിട്ട് വിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി റോസാണ്. അപ്പോൾ ഇത് പെൻഡിങ്ങിൽ നിൽക്കുന്നവരോട് നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത സൈസ് അനുസരിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുവരെ ഗാർഡനിൽ വന്നതിൽ ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ്. പ്രീ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. കൽക്കട്ട 300 പ്രീ ഓർഡർ എടുക്കുന്നുണ്ട്. നോർമൽ സൈസ് പ്ലാന്റ് അല്ല. നമ്മൾ ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് അല്ല, മദർ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ
നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പം നോർമൽ സൈസ് പ്ലാന്റ് അത്യാവശ്യം കുഴപ്പമില്ല, ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന സെയിൽ വീഡിയോയിലെല്ലാം അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ കുറച്ചധികം നോർമൽ സൈസ് പ്ലാന്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് വെറൈറ്റീസ്. അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തന്നെ കളക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്നൊരു റോസ്, ഇതും ഒരു ഡബിൾ കളറിൽ വരുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു റോസാണ്. ഇതിൻ്റെ ഒത്തിരി വലിയ പ്ലാന്റൊക്കെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം മദർ പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. അതും ഈ ഒരു ക്രിസ്മസ് ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഭംഗിയാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഹോം ഗാർഡനും കൂടി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് ഇവരൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്നത്. അപ്പം എനിക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. എന്തൊരു വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ചെടികളുടെ അടുത്തോട്ട് വന്നാൽ മതി. അതും പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം ആസ്വദിക്കുന്നവരാണെന്ന് അറിയാം, അതുകൊണ്ടാണ് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്കിതാ ഈ ഒരു കാണുന്ന പ്ലാന്റൊക്കെയാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചിട്ടുകൊള്ളുക. വേഗം തന്നെ മെസ്സേജ് അയച്ചിടുക എന്ന് പറയുമ്പോൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുക. വോയിസ് പരമാവധി ഒഴിവാക്കുക. എനിക്ക് വോയിസ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാനത് കേൾക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ നഷ്ടമാവും കേട്ടോ. അത് വേറെ ഒന്നുമില്ല, വാട്സപ്പിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പ് റെസ്പോണ്ട് ചെയ്യാത്തത് ഇതുപോലെ ഒത്തിരി വോയിസുകൾ നിങ്ങൾ അയക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് വോയിസുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരു പരിധി ഉണ്ട് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാം, പക്ഷെ ഒത്തിരി വോയിസുകളാണ് വരുന്നത്. എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ ഞാൻ നിങ്ങളുടെ മെസ്സേജ് നോക്കുന്ന സമയത്ത് ഒത്തിരി ഓർഡറുകൾ അപ്പുറത്ത് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഈസിക്കാണ് ഞാൻ നിങ്ങൾക്ക് വോയിസ് അയക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഫോണിലോട്ട് എൻ്റെ ഒരു വോയിസ് വരുന്ന ആ സമയത്ത് എനിക്ക് ഒത്തിരി വോയിസുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനങ്ങനെ പറയാൻ കാര്യം കേട്ടോ. ഇനി അടുത്തതായി ഈ ഒരു അടിപൊളി റോസാണ്. ഇതും നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ളൊരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ അറിയില്ല, മിക്ക പ്ലാന്റ്സിൻ്റെ ഐഡിയ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഐഡി താഴെ കൊടുത്തേക്ക്. വീഡിയോ കാണുന്നവർക്കൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ അടിപൊളി റോസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കൊടുത്തേക്കുന്ന മദർ പ്ലാന്റ്സുകളിൽ അത്യാവശ്യം, അതായത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നൊരു റേഞ്ചിലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടാണ് പ്ലാന്റ്, ഓരോ വെറൈറ്റിയും അതിൻ്റെ സൈസും അനുസരിച്ചിട്ടാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഗാർഡനിൽ എല്ലാവരും പിടികൂടുന്ന ഒരു റോസാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലോഡ് വന്നിരുന്നു. പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് ഔട്ടായി പുതിയ ലോഡിൽ വന്നിട്ടുണ്ട്. പുതിയ ലോഡിൽ ഒരു ഭീമാകാരനായിട്ടുള്ള റോസ് എനിക്ക് കിട്ടി. ഇതിൻ്റെ തന്നെ ഇത് മെയിൻസ്ലർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചിരുന്നു. അതായത് ഒത്തിരി കമ്പിനൊക്കെ നല്ല അത്രയും കട്ടിയൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പല സമയത്തുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഇവരുടെ പൂവ് നന്നായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഗാർഡനിൽ വന്ന സമയത്ത് തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു ലാവൻഡർ കളറും ഒരു സിൽവർ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം കേട്ടോ. ഇതും നമുക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റോസാണ് കേട്ടോ. കാരണം ഇവരങ്ങനെ ഒത്തിരി വരാറില്ല. ഇതിപ്പോൾ റോസുകൾ വരുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്ലാന്റ്സ് കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പോലും കിട്ടില്ല, ഒരെണ്ണമൊക്കെയാണ് എനിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മിക്ക സെയിൽ വീഡിയോയിലും ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇപ്പോൾ എനിക്കിത് കിട്ടി തുടങ്ങിയത് ഒരു നവംബർ ഡിസംബർ ഒരു ടൈമിലാണ്. ഇനിയിപ്പോൾ ജാനുവരി വരെയൊക്കെ ഇവർ വരുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ റോസ് എനിക്ക് കിട്ടും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണമെന്നും പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കളക്ട് ചെയ്ത് തരാൻ ശ്രമിക്കാം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പ്രീ ഓർഡർ ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഓർഡർ ചെയ്തവരുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇത് ഓർഡർ ചെയ്തവർ വെയിറ്റ് ചെയ്യുകയാണ് പ്ലാന്റ്സ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്തവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഓർഡറിലുള്ളവരിൽ അതിൽ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോസ് കേട്ടോ.
ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു. ഇതുപോലെ എനിക്ക് ഐഡിയ അറിയില്ല, പക്ഷെ ഒരു സൂപ്പർ റോസാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞ് കവർ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ടെൻഷനാണ് അങ്ങനത്തെ പ്ലാന്റുകൾ എടുക്കാൻ തന്നെ. പക്ഷേ ഇത്രയും വലിപ്പത്തിൽ എനിക്ക് ഇവർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സുന്ദരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവർ ചില റോസുകളൊക്കെ നല്ല മെച്ചുവറായിട്ടുള്ള സ്റ്റേജിൽ കാണുമ്പോഴാണ് അവരുടെ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. ചെറിയ പ്രായത്തിൽ നമുക്കതിനെ അറിയില്ല, കാരണം ഒരു കുഞ്ഞ് തണ്ടിലൊക്കെ ഒരു പൂവൊക്കെ ആയിട്ട് ഇവർ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും അത് ഇവർ ഹെൽത്തി അല്ല എന്നുള്ള രീതിയിൽ ഇവർ തള്ളിക്കളയും, ആ പൂവോടെ കൂടി തന്നെ തള്ളിക്കളയും. പക്ഷേ ഈ ഒരു റോസ് എനിക്ക് ഈ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അത്രയും സുന്ദരിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. 3 പ്ലാന്റാണ് നമുക്ക് ഈ ഒരു സൈസിൽ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. അടിപൊളി റോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം, കാരണം ഇതിപ്പോൾ വരുന്ന ടൈമാണ്. അപ്പോൾ പ്രീ ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിടാം. ഇപ്പോൾ നമുക്കിത് പുതിയതായിട്ട് വന്നതാണ്. 3 പ്ലാന്റ് ഉണ്ട്. ആരാണ് ആദ്യം ഓർഡർ ചെയ്യുന്നത് അവർക്ക് തരുന്നതായിരിക്കും. സൂപ്പറായിട്ടുള്ളൊരു റോസാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മൾ ഇതല്ലാണ്ട് ഒത്തിരി റോസിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കാറ്റലോഗും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് അല്ലാതെ തന്നെ ഇഷ്ടമുള്ള പ്ലാന്റ്സും ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതും എനിക്ക് ഐഡിയ അറിയില്ലാത്തൊരു റോസാണ് കേട്ടോ. പക്ഷേ ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഇത് പീസ് ആൻഡ് ലവ് ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, പക്ഷെ ഞാൻ പീസ് ആൻഡ് ലവ് ആണ് തൊട്ടടുത്ത് വെച്ചിട്ടുള്ളത്. എങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കുക. സാമ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നാൽ നല്ല വ്യത്യാസവും ഉണ്ട് കേട്ടോ. പീസ് ആൻഡ് ലവ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പീസ് ആൻഡ് ലവ് നോക്കി എപ്പോഴും കിട്ടുന്ന റോസാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് കാണിച്ച പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന ഒരു റോസ് അല്ല കേട്ടോ. കാരണം കുറച്ച് റെയറായിട്ടാണ് എനിക്കിത് കൈ കിട്ടിയിട്ടുള്ളൂ. കിട്ടുന്ന സമയത്തൊക്കെ വലിയ പ്ലാന്റ് വരാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്ലാന്റ് നമുക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് സോന എന്ന് പറഞ്ഞ മാമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇത്ര ഓർത്തിരിക്കാൻ കാരണം അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരെണ്ണോ വരാറുള്ളൂ. അപ്പോൾ ഈ പീസ് ആൻഡ് ലവ് നമുക്ക് സെയിൽഡായിട്ടുള്ളതാണ് കേട്ടോ. നല്ല ബുഷി പ്ലാന്റ് ഉണ്ട് പീസ് ആൻഡ് ലവിൻ്റെ. ഇനി കണ്ടോ, ഈ റോസാണ് ഞാൻ പറയുന്നത്. പീസ് ആൻഡ് ലവ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ അത് വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്ലവറിൽ ഒരു കളർ വന്നിട്ടാണ് നമുക്ക് പീസ് ആൻഡ് ലവ് പോലെയെന്ന് തോന്നുന്നത്. പക്ഷേ ലീവ്സ് ആണെങ്കിലും അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ട് വരുന്ന കുറച്ച് കട്ടിയുള്ള പെറ്റൽസാണ്. പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്ലവർ ഭയങ്കര ഒരു ഷൈ ആയിട്ട് ഒരു പിടിക്കുമ്പോൾ തന്നെ തളന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. എന്നാൽ നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ തരുന്ന നല്ലൊരു റോസാണ് പീസ് ആൻഡ് ലവ്. ഇതിൻ്റെ എന്ന് പറഞ്ഞ പെറ്റൽസ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട്, അത് ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഇതല്ല കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയുള്ളതെന്ന് പറയില്ലേ, പെട്ടെന്ന് കൊഴിഞ്ഞു പോകാത്ത ടൈപ്പ്, ആ ഒരു ടൈപ്പിൽ വിരിയുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് പീസ് ആൻഡ് ലവ് എപ്പോഴും അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് പീസ് ആൻഡ് ലവ് ഇതും അടുത്തടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കോട്ട് പോയി നോക്കുക. ഞാൻ വളരെ കൃത്യമായിട്ട് ചെടികളെല്ലാം ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓർക്കിഡ് റോസ് അവൈലബിൾ ആണ്. ഓർക്കിഡ് റോസ് നമുക്ക് 180 പ്ലാന്റ്സ് തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 150 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ്. 150 നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആണ്. എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് എപ്പോഴും നോർമൽ സൈസ് പ്ലാന്റ് ആണ്. അതാണ് കൂടുതൽ പേര് മേടിക്കുന്നത്. മദർ പ്ലാന്റ്സിനെ മാത്രം സ്നേഹിക്കുന്ന കുറച്ച് ആളുകളാണ് മദർ പ്ലാന്റ്സ് എടുക്കുന്നത്. പക്ഷേ മദർ പ്ലാന്റ്സിനാണ് കോമ്പറ്റീഷൻ വരുന്നത്. കാരണം നിങ്ങൾ ചിന്തിക്കുക, ഒരു 100 പേര് വന്നാൽ നമ്മുടെ ഗാർഡനിൽ ചിലപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതാണ് അത്രയും കോമ്പറ്റീഷൻ വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ വയലറ്റ് റോസിൻ്റെ അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ വയലറ്റ് റോസിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്നത്. മദർ പ്ലാന്റ് ഇടയ്ക്കേ കിട്ടാറുള്ളൂ. ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് പെറ്റൽസ് കൂടുതലുള്ള രീതിയിലാണ്, ഡബിൾ പെറ്റൽ എന്നൊക്കെ പറയും. അതുപോലെയാണ് ഈ വയലറ്റ് റോസിൻ്റെ പൂക്കൾ വിരിയുന്നത്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ് കേട്ടോ. അധികം ഇല്ല കേട്ടോ, ഈ ഒരു പ്ലാന്റാണ് വന്നിട്ടുള്ളൂ. ഒത്തിരി മൊട്ടുകളുണ്ട്. ഇതും ഞാൻ ഒന്ന് വിരിഞ്ഞ് പെട്ടെന്ന്, ഇങ്ങനെയുള്ള റോസൊക്കെ പെട്ടെന്ന് ഫ്ലവർ ആവാറുണ്ട്, പക്ഷെ ഇത് വിരിഞ്ഞിട്ടില്ല. ഇതും വിരിയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്ലൂ മൂൺ. നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസിനെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ പേരും അല്ലേ. അപ്പോൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള നമ്മുടെ ബ്ലൂ മൂൺ വെറൈറ്റി റോസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും മദർ പ്ലാന്റ് വന്നിട്ടുണ്ട്. നോർമൽ സൈസ് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവർക്ക് കുറച്ച് നോർമൽ സൈസ് പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഓർഡർ നമ്മൾ കാണിക്കാത്ത നോർമൽ സൈസ് നമുക്ക് വന്നിട്ടുണ്ട്, കാണിക്കാത്ത പെൻഡിങ് ഉണ്ട്. അവർക്ക് കൊടുക്കാനായിട്ടാണ് പുതിയത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നോർമൽ സൈസ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ബ്ലൂ മൂണിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട്. മദർ പ്ലാന്റിൽ നല്ല വലിപ്പമുള്ള മദർ പ്ലാന്റ് ഫുൾ സ്റ്റോക്ക് ഔട്ടായി.
സ്റ്റാർട്ടിങ് റേറ്റിലുള്ള മദർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അടിപൊളി റോസാണ്, നല്ല ഫ്രാഗ്രൻസ് ഉള്ള അടിപൊളി റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും റോസാണ് ഞാനിതിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മൊട്ട് വിരിയാത്തവരെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് വീഡിയോ ആയിട്ട് ഒന്നും ചാനൽ അപ്ലോഡ് ചെയ്തില്ലെന്നായി പോകും. അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1000 രൂപയ്ക്ക് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്നറിയോ, എല്ലാവരും വീഡിയോ ഇങ്ങനെ കുറച്ച് അടിച്ചു കളഞ്ഞ് അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് ഓരോരുത്തർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ ഓഫറിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ പാക്കിംഗ് ഉണ്ട്. നാളത്തെ പാക്കിങ്ങിൽ കുറച്ച് പേർക്ക്, ലിസ്റ്റിലുള്ള കുറച്ച് പേർക്ക് പ്ലാൻസ് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആയിരിക്കും അടുത്ത പാക്കിങ് വരുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. എനിക്കും കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബിൽ ഞാനും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.